ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മാസം അല്ലെങ്കിൽ ഈ വർഷം കഴിയാനായില്ലേ. അപ്പോൾ ഡിസംബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് തന്നെയാണ്. ഒരു പക്ഷേ ന്യൂ ഇയറിനെക്കാട്ടി കൂടുതൽ നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് ക്രിസ്മസ് തന്നെയാണ് അല്ലേ. നമ്മളത് ഒരു ഇന്ന മതത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ആചാരമാണ് അല്ലെങ്കിൽ അവരുടെ മാത്രം ഒരു ആഘോഷമാണ് എന്നാരും നമ്മൾ മിക്ക ആളുകളും അതിനെ കണ്ടിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും മലയാളികളുടെ ഒരു പൊതു ആഘോഷമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. അതങ്ങനെ പറയാനും കാരണമുണ്ട് കേട്ടോ. ഞാനൊരു മലപ്രകാരിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കൂടുതൽ നമ്മൾ മുസ്ലിംസ് അല്ലേ. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മുസ്ലിംസ് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം എന്നുള്ളത്. അപ്പോൾ ആ ഒരു മലപ്പുറത്ത് പോലും നമ്മുടെ ക്രിസ്മസിൻ്റെ ആഘോഷം ഒരിക്കലും മാറ്റി വെച്ചിട്ടില്ല. നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് ക്രിസ്മസും ആഘോഷിക്കാറുണ്ട്. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തൊക്കെ ആയാലും ഞങ്ങളെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുള്ള് മുസ്ലിംസ് ഉള്ള ഏരിയ ആണ് കേട്ടോ. അധികം ക്രിസ്ത്യൻസ് അങ്ങനെയില്ല. ഹിന്ദുക്കൾ ഒരു കുറച്ച് ആളുകളുണ്ട്, പക്ഷേ മുസ്ലിംസ് അല്ല ക്രിസ്ത്യൻസ് അധികം ഇല്ലാത്തൊരു ഏരിയയാണ്. പക്ഷേ ക്രിസ്മസ് ആയി എന്ന് കരുതിയിട്ട് അവിടെ ആരും ആഘോഷിക്കാതിരിക്കാറില്ല. നമ്മുടെ അടുത്തുള്ള ചെറിയ ചെറിയ പിള്ളേരൊക്കെ കൂടി വേഷം കെട്ടിയിട്ട് കരോളിൻ്റെ ആ ഒരു ഇതൊക്കെ കെട്ടിയിട്ട് എല്ലാ വീടുകളിലും പോകാറുണ്ട്. അവർക്ക് പിരിവും മിഠായും എല്ലാ കാര്യങ്ങളും കിട്ടാറുണ്ട്. അതിൽ ക്രിസ്ത്യൻസ് കുട്ടികളെന്ന് പറയാൻ തന്നെ ആരും ഉണ്ടാവില്ല. നമ്മുടെ മുസ്ലിംസ് കുട്ടികളും വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് ഹിന്ദു കുട്ടികളൊക്കെ കൂടിയിട്ടാവും ഈ ഒരു കരോള് നടത്തുന്നത്. അവരെല്ലാവരും വീട്ടിലേക്ക് പോകും. എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പൈസകൾ അവരുടെ ആ ഒരു പെട്ടിയിലിട്ട് കൊടുക്കും. അവരും അതുപോലെ നമുക്ക് മിഠായികളും തിരിച്ചു തരും. ഒരു ആഘോഷം നമ്മൾ എല്ലാ വർഷവും നടത്തുന്നതാണ്. അതിലിങ്ങനെ പ്രത്യേകിച്ച് മുടക്കമൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ആളുകൾ നമുക്ക് എന്താ പറയുക മനസ്സിലാക്കി തരികയാണ്. അതൊരു ക്രിസ്ത്യൻസിന് മാത്രം ഒരു പരിപാടിയാണ്. അതിൽ നമുക്ക് മലയാളി എന്താ പറയുക നമുക്ക് മുസ്ലിംസിനോ ഹിന്ദുക്കൾക്കോ അതിൽ പങ്കെടുക്കാനുള്ള ഒരു അവകാശമില്ല. അത് അവരുടെ മാത്രം ഒരു എന്താ പറയുക ഒരു ആഘോഷമാണ് എന്ന് കുറച്ച് ക്രിസ്ത്യൻസിൻ്റെ ആളുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതൊരു പള്ളിയിലച്ഛൻ്റെതാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു വോയിസാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ഫേസ്ബുക്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വോയിസ് ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങൾ അവർക്ക് ഫണ്ട് കളക്ഷൻ വേണ്ടി കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പോൾ അവർ ഇന്നലെ സാമ്പിളൊക്കെ ആയിട്ട് വന്നു. പെട്ടെന്ന് ഞാനവിടെ മാറിയിരുന്നു, ഒന്നും മിണ്ടാനൊന്നും പോയില്ല അവിടെ. പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി നമ്മളിത് മിണ്ടാതിരിക്കേണ്ട, നമ്മൾ ചോദിക്കാമല്ലോ, ഇത് ആരുണ്ടാക്കുന്നതൊക്കെ ചോദിക്കാമല്ലോ. ഞാൻ അവിടെ ചോദിച്ചു, മക്കളിത് ആരുണ്ടാക്കുന്ന കേക്കാ? അപ്പോൾ അവരോട് പറഞ്ഞു, ചേട്ടാ ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാരുണ്ടാക്കുന്നതാണ്, അവർ സ്വന്തമായി ബോർമയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ബേക്കറിയുടെ പേരെന്നാ? ഒരു ബേക്കറിയുടെ പേരും പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധ്യം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാക്കുന്ന? ഒരു മുസ്ലിംസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ? ഈ തുപ്പിലും തൂറിയതും ഹലാലാക്കിയൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ദയവ് ചെയ്ത് കൊണ്ടുവരരുത് കേട്ടോ. ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, എൻ്റെ ഇടയിൽ വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല. പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടുവരുന്നെങ്കിൽ 10 കിലോ കേക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് ഓഫറും കൊടുത്തു. പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരോടും ഒന്നിച്ചങ്ങ് പെട്ടെന്ന് എൻ്റെ കൂടെയും കൂടി ആനിമേറ്റർ കൂടി. ശരിയാ, പുള്ളി പറഞ്ഞത് ശരിയാ. എന്തായാലും മക്കളെ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട. നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളും കേക്കിന് ഓർഡർ തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന്റെ ബോർമയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല. അവിടെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ബോർമയെല്ലാം കൊടുത്തു. ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിൻ്റെ അഡ്രസ്സെല്ലാം കൊടുത്തു. അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറോളോ ഉള്ള ചേർന്നുള്ള ഓഫറുകളൊക്കെ കിട്ടാവുന്ന ഇത് കൊടുത്തു. എനിവേ ഞാനത് പറഞ്ഞത് നമ്മൾ മിണ്ടാതിരിക്കരുത്, നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, സംസാരിച്ചുകൊണ്ടേയിരിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ബോധ്യം കിട്ടി. വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ കറങ്ങി നടക്കുന്ന ഒരു വോയിസ് ആണ് ഇത്. ഇതൊരു പള്ളിയിലച്ഛൻ്റെ വോയിസ് ആണ് എന്നുള്ള ഒരു ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ പ്രചരിച്ച് നടക്കുന്നത്. പക്ഷേ ആ ഒരു പള്ളിയിലെ ആ ഒരു ഇടവകയിലെ അച്ഛൻ ഇത് തൻ്റെ വോയിസ് അല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ക്രിസ്ത്യൻ ആണ് ഈ ഒരു കാര്യം പറയുന്നത് എന്ന് നമുക്ക് എന്തായാലും മനസ്സിലാവും. കാരണം പ്രത്യേകിച്ച് അന്യമതക്കാര് അതിൽ എടുത്തു പറയുന്നത് നമ്മൾ മുസ്ലിംസിനെ തന്നെയാണ് കേട്ടോ. അവരുണ്ടാക്കുന്ന ഒരു കേക്ക് നമ്മളെന്തോ അവർക്ക് കേക്ക് തുപ്പിയിട്ടിട്ടാണോ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ള നിലയിലുള്ളൊരു സംസാരമാണ് ആ ഒരു വ്യക്തി സംസാരിക്കുന്നത്. ആ ഒരു വോയിസ് കേട്ടാൽ തന്നെ മനസ്സിലാവും ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഇയാൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ സൗഹൃദത്തോടു കൂടി പോകുന്ന നമ്മൾ രണ്ടു കൂട്ടരെയും പിരിക്കുക അല്ലെങ്കിൽ ഇവരെ ഭിന്നിപ്പിച്ചിട്ട് ഒരു വഴിക്കാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് അയാൾ ഈ ഒരു വോയിസ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അല്ലേ. നമ്മൾ ഇത്രയും നാൾ സന്തോഷിച്ച് പോയി അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ പോയി. ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കൂളിൽ ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ ക്രിസ്ത്യൻ പള്ളി ഉള്ളത്. അപ്പം ആ ഒരു സ്കൂളിൽ എൻ്റെ അറിവിൽ ആകെ 2 കുട്ടികളാണ് ക്രിസ്ത്യൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, ഒരു കുട്ടി മാത്രം ക്രിസ്ത്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ടീച്ചർ, ഞങ്ങളുടെ സ്കൂളിലത്തെ ഒരു മിസ്സ് ക്രിസ്ത്യനായിരുന്നു. ഈ 2 ആളുകളായിരുന്നു ഞാൻ പഠിച്ചിരുന്ന ആ ഒരു ടൈമിൽ എനിക്ക് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിൽ അറിയുന്നുണ്ടായിരുന്നത്. ആ ഒരു 2 ആളല്ലാതെ എൻ്റെ അറിവിൽ ആ ഒരു പരിസരത്ത് ഉണ്ടായിരിക്കാം, പക്ഷെ എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ആ ഒരു പഠിച്ച സ്കൂളിൽ മൊത്തമായിട്ട്.
അപ്പോൾ ഇത്രയും ആ രണ്ട് വ്യക്തികളെ ഞങ്ങൾ മുസ്ലിംസ് ഒരു കുറേ ആളുകളുണ്ട്, അതുപോലെ തന്നെ ഹിന്ദുക്കൾ കുറേ ആളുകളുള്ള ഒരു സ്കൂൾ, അവിടെ ഈ രണ്ട് പേരെ ഒരിക്കലും മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. ഇവരുടെ ഒരു വിഭാഗം കുറവാണ് എന്ന് കരുതിയിട്ട് ഞങ്ങൾ അവരെ കൂട്ടത്തിൽ കൂട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ ഞങ്ങളെ കൂട്ടത്തിൽ കൂട്ടാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത്രയും ഒത്തൊരുമയോട് കൂടി ഞങ്ങൾ പഠിച്ചിറങ്ങി. ആ ഒരു ടീച്ചറെ ആയാലും എല്ലാവരും ഒരുപോലെ തന്നെയാണ് കണ്ടത്. ആ ഒരു ടീച്ചറുടെ പേരിലുള്ള ആ ഒരു വ്യത്യാസം, ആ ഒരു പേര് കേട്ടാലാണ് ആ ഒരു മിസ്സ് ക്രിസ്ത്യനാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ രീതിയിലൊരു ഹിന്ദുക്കളെ ആ ഒരു സ്റ്റൈലാണ് അവർ ജീവിക്കുന്നത്. പേര് കേട്ടാൽ മാത്രം നമ്മൾ ക്രിസ്ത്യനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു വേർതിരിവോ ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു വേർതിരിവും ആരും തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഉറപ്പാണ്, നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതെല്ലാം മാറ്റിമറിക്കാനാണ് ഇപ്പോൾ ഈ ആൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. മറ്റു മതത്തിൽപ്പെട്ട പല ആളുകളും കേക്ക് ഉണ്ടാക്കിയിട്ട് പല ആളുകളുടെയും പരിപാടിക്ക് നമ്മൾ വാങ്ങാറുണ്ട്. അപ്പം നമ്മളുടെ കുട്ടികളുടെ ബർത്ത്ഡേ ആയാലും മറ്റു പല ആഘോഷത്തിനായാലും മറ്റു മതത്തിൽപ്പെട്ട ആളുകളോട് നമ്മൾ കേക്ക് ഉണ്ടാക്കി തരാൻ ഓർഡർ ചെയ്യാറൊക്കെ ഉണ്ടല്ലേ. അവർ തരുന്ന കേക്കൊക്കെ നമ്മൾ വിശ്വസിച്ച് കഴിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ മതത്തോട് അവർക്കൊരു വിരോധമില്ല എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് നമ്മൾ വാങ്ങി കഴിക്കാറുണ്ട്. ആ ഒരു വിശ്വാസത്തെയാണ് ഈ ഒരു വ്യക്തി ഇപ്പം ഇല്ലാണ്ടാക്കാൻ നോക്കുന്നത് അല്ലേ. നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് എന്താ പറയുക, നമ്മളെല്ലാവരെയും അകറ്റി വീണ്ടും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കാൻ നോക്കുന്ന കുറച്ച് ആളുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ മുസ്ലിംസിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. പലതരത്തിൽ വീഡിയോസിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. മുസ്ലിംസിനെ ടാർഗറ്റ് ചെയ്തിട്ടൊരു വിഭാഗം ആളുകൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. മുസ്ലിംസാണ് ഏറ്റവും കൂടുതൽ കൊലപാതകം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും മുസ്ലിംസിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു തരം വർഗ്ഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മുസ്ലിംസ് എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ കാണാൻ മനസ്സുള്ള ഒരാളുകളാണ്. നിങ്ങൾ തന്നെ പറയുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഏറ്റവും കൂടുതൽ അവരുടെ ഒരു ആധിപത്യം ഉറപ്പിച്ചൊരു എന്താ പറയുക ഒരു ജില്ലയാണ് മലപ്പുറം. അവിടെയാണ് ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്നത് എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. മലപ്പുറത്ത് വന്നിട്ട് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉണ്ട്. പക്ഷേ മറ്റു മതക്കാർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നമോ കാര്യങ്ങളോ അവരുണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ആളെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞങ്ങൾ പറയും. പക്ഷെ ഒരൊറ്റ ആൾ പോലും എന്താ പറയുക ഒരു മതത്തിൽപ്പെട്ട ആൾ, ഒരു മുസ്ലിം പോലും മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളോട് മോശമായി പെരുമാറി അത് മലപ്പുറത്തുള്ള ഒരാൾ എന്ന് നിങ്ങൾക്ക് ഒരിക്കലും എവിടെയും തന്നെ നിങ്ങൾക്ക് ആരും പറഞ്ഞിട്ട് കേൾക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് 100% അല്ലേ 100% നമുക്ക് ഉറപ്പുണ്ട്. അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ട് നമ്മുടെ മനസ്സിൽ ഒരാളെ മനസ്സിൽ പോലും അത്തരത്തിലുള്ള ഒരു കളങ്കം ഉണ്ടാക്കാതിരിക്കുക. നമ്മൾ ഇത്രയും നാളെ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ നമ്മുടെ വരും തലമുറക്കല്ലേ അത് മനസ്സിലാവേണ്ടത്. നമ്മളിപ്പോൾ തന്നെ അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരും തലമുറ ചിന്തിക്കുന്നത് നമ്മൾ ഒരു തരത്തിലും സഹകരിക്കാതെ ജീവിച്ച വ്യക്തികളാണെന്ന്. അപ്പോൾ അവർക്കിടയിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ ഒരു ഇതുപോലെ തന്നെ നമ്മുടെ വരും തലമുറക്കല്ലേ അവർക്ക് കൂടി മനസ്സിലാക്കാൻ കഴിയണം എത്ര ഒരു എന്താ പറയുക ഒത്തൊരുമയോട് കൂടിയിട്ടാണ് നമ്മൾ പല മതത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ കേരളത്തിൽ ജീവിച്ചത് എന്ന് അവർക്ക് കൂടി മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ എന്നും നിലനിൽക്കണം. അതിനിടയിൽ വന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്താ പറയുക നമ്മളെ ഭിന്നിപ്പിക്കാതിരിക്കുക. നമ്മളെന്നും സന്തോഷത്തോട് കൂടിയിട്ടില്ലേ ഒരു മതം വേർതിരിച്ച് കാണാതെ ഓരോരുത്തർ മതങ്ങൾക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. അത് തള്ളി പറയാതെ അവരുടെ വിശ്വാസങ്ങൾ അവർ മുറുകെ പിടിച്ചോട്ടെ, നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുക. ആ ഒരു രീതിയിൽ പോയിട്ട് നമ്മൾ വളരെ സന്തോഷത്തോട് കൂടി പോവുക. അതിനിടയിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക അല്ലേ. എല്ലാവരും എല്ലാവരുടെ മതത്തെയും ബഹുമാനിക്കുന്നുണ്ട്, അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആരും ഇത്തരത്തിലുള്ള ഒരു ഇത് ചെയ്യില്ല. പ്രത്യേകിച്ച് മുസ്ലിംസ് ഒന്നും എന്താ പറയുക മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കേക്കിൽ തുപ്പിയുടെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മോശമായിട്ട് പ്രവർത്തികൾ ഒന്നും തന്നെ ചെയ്യില്ല. മുസ്ലിംസ് മാത്രമല്ല മറ്റു മതത്തിൽപ്പെട്ട ആരും മറ്റുള്ള മതത്തെ വിശ്വസിക്കുന്ന ആളുകൾ ആരും തന്നെ അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ മറ്റാളുകളുടെ ഇടയിലേക്ക് എത്തിക്കാതിരിക്കുക. ഇപ്പോൾ വളർന്നു വരുന്ന തലമുറക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിയാണ് എന്നുള്ള ഒരു തോട്ട് നിങ്ങളായിട്ട് അവരുടെ മനസ്സിൽ ഉണ്ടാക്കാതിരിക്കുക.